ഹലോ ഓൾ, വെൽക്കം ടു ദിശ അക്കാഡമി. സോ നമ്മുടെ SSC CGL ബെസ്റ്റ് ക്വസ്റ്റ്യൻ സീരീസിന്റെ സെക്കൻഡ് പാർട്ടാണ് ഇന്ന് വരുന്നത്. സോ ലാസ്റ്റ് പാർട്ടിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്യിപ്പിച്ചു, നിങ്ങൾക്ക് ഒരുപാട് കൺസെപ്റ്റ് പറഞ്ഞു തന്നു, നല്ല ഡിഫിക്കൽട്ടി ലെവൽ ക്വസ്റ്റ്യൻസ് ഞാൻ കൊണ്ടുവന്നു, കൺസെപ്റ്റൽ ലെവൽ ക്വസ്റ്റ്യൻസും ചെയ്യിപ്പിച്ചില്ലേ. അതിൽ തന്നെ ബോർഡ്സ് ആൻഡ് സ്ട്രീംസിൽ USST മെത്തേഡ് വെച്ചിട്ട് എങ്ങനെ അപ്രോച്ച് ചെയ്യാം, ഏത് ഡിഫിക്കൽട്ടി ലെവൽ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും എങ്ങനെ ആ ഒരു USST മെത്തേഡ് വെച്ചിട്ട് റേഷ്യോയിലോട്ട് കൺവേർട്ട് ചെയ്ത് ചെയ്യാം. അതേപോലെ ഈ വേരിയബിൾ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ എങ്ങനെ ഈസി ആയിട്ട് അപ്രോച്ച് ചെയ്യാം. ഞാൻ പറഞ്ഞു സ്കിപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഒരിക്കലും ഇല്ല. LCM വെച്ചിട്ട് അതിന്റെ വാല്യൂ കണ്ടുപിടിച്ച് എങ്ങനെ ഓപ്ഷൻ എലിമിനേഷൻ ചെയ്യാം, ഇതെല്ലാം പറഞ്ഞു തന്നില്ലേ. സോ അത് കാണാത്ത ആൾക്കാർ ഡെഫിനറ്റ്ലി ഇതിന്റെ ഫസ്റ്റ് പാർട്ട് കാണുക. അത്യാവശ്യം ഡിഫിക്കൽട്ടി ലെവലിലത്തെ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഞാൻ ഇട്ടിരുന്നത്. പാർട്ണർഷിപ്പിൽ വേരിയബിൾ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, ടൈം ആൻഡ് വർക്കിൽ വേരിയബിൾ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതിനെ എങ്ങനെ നമുക്ക് അപ്രോച്ച് ചെയ്യാം, ആ ഒരു എഫിഷ്യൻസിയെ ഇക്വേറ്റ് ചെയ്ത ഒരു മെത്തേഡൊക്കെ ഞാൻ പറഞ്ഞു തന്നില്ലേ. സോ അതിന്റെ ഒരു കണ്ടിന്യൂഷൻ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. സോ ഇതിൽ പ്രധാനമായിട്ട് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കുറച്ച് ട്രിക്സ് നിങ്ങൾക്ക് പറഞ്ഞു തരണമെന്ന് ഞാൻ വിചാരിച്ചു. നാക്ക് ഉടക്കുന്നല്ലേ, കുറച്ച് ട്രിക്സ് നിങ്ങൾക്ക് പറഞ്ഞു തരണം. അത് മാത്രമല്ല അതിന്റെ തന്നെ കണ്ടിന്യൂവേഷൻ ആയിട്ട് കുറച്ച് ഡിഫിക്കൽട്ടി ലെവൽ ക്വസ്റ്റ്യൻസ് കൂടെ ഞാൻ ഇന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഇനി വരുന്ന കുറച്ച് ദിവസങ്ങളിൽ മസ്റ്റായിട്ട് നിങ്ങൾ മോക്സ് എഴുതുക, മോക്സിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാം. ഈ എക്സ്ട്രാ വരുന്ന ടോപ്പിക്കുകൾ അല്ലെങ്കിൽ ഞാൻ ഇനി അത് പഠിച്ചില്ല, ഇനി ജിയുടെ കുറച്ച് ടോപ്പിക്സ് പഠിക്കാറുണ്ട്, സോ അതൊന്നും പഠിച്ച് നിങ്ങൾ ഓവർ പ്രഷർ അല്ലെങ്കിൽ ഓവർ സ്ട്രെസ്ഡ് ആവണ്ട, പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുക. സോ ആ ഒരു കാര്യം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു നല്ലൊരു കോൺഫിഡൻസ് കിട്ടും. അതേപോലെ മോക്സ് എഴുതുക, നല്ല രീതിയിൽ അനാലിസിസ് ചെയ്യുക, കറണ്ട് അഫെയർ പഠിച്ചത് എന്താണോ അത് റിവിഷൻ ചെയ്യുക. നിങ്ങളെ കൊണ്ട് നല്ല രീതിയിൽ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. ആ കാരണത്തിൽ നിങ്ങൾ ഒരു കാരണത്താലും നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യണ്ടേ. സോ നമുക്ക് തുടങ്ങാം. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഏത് ചാപ്റ്ററിൽ നിന്നാണ് വന്നിരിക്കുന്നത്? ടൈം ആൻഡ് വർക്ക് അല്ലേ. സോ ഈ ടൈം ആൻഡ് വർക്കിൽ ഒരു ടൈപ്പാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞു ഒരുപാട് ടൈപ്പുകൾ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം ഈ ഒരു സീരീസിലൂടെ. സോ ടൈം ആൻഡ് വർക്കിൽ ഒരു ടൈപ്പാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. സോ അത് എങ്ങനെ അപ്രോച്ച് ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. നോക്കിക്കോ, ക്വസ്റ്റ്യൻ ആദ്യം വായിക്കണ്ടേ. 24 men complete half of the work in 10 days. Efficiency of the woman is double of men. In how many days 8 men and 12 women complete the work? ഓക്കെ, അപ്പൊ ഇത് എങ്ങനെ അപ്രോച്ച് ചെയ്യണ്ടേ നോക്കിക്കോ. ഒരു മെന്നിന്റെ എഫിഷ്യൻസി ഞാൻ സപ്പോസ് M ആയിട്ട് അസ്യൂം ചെയ്യുന്നെങ്കിൽ 24 മെന്നിന്റെ എഫിഷ്യൻസി എത്ര ആയിരിക്കും? നിങ്ങൾ പറഞ്ഞേ 24 M അല്ലേ. അതേപോലെ ഒരു വുമണിന്റെ എഫിഷ്യൻസി W ആണെങ്കിൽ നമുക്ക് എത്ര വുമണാ വേണ്ടേ? ഇവിടെ 12 വുമണിന്റെ അല്ലേ കണ്ടുപിടിക്കണ്ടേ. 12 വുമണിന്റെ എഫിഷ്യൻസി എത്ര ആയിരിക്കും പറഞ്ഞോ? 12 W ആയിരിക്കും. സോ അത് അവിടെ കിടക്കട്ടെ. നമുക്ക് ആദ്യം നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് പോകും. ഇവിടെ നോക്കിയേ, 24 men complete half of the work in 10 days അല്ലേ. നോക്കിക്കേ, ഹാഫ് ഓഫ് ദ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്ന 10 days കൊണ്ടാണെങ്കിൽ ഫുൾ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്ന എത്ര ദിവസം കൊണ്ടായിരിക്കും? 20 days അല്ലേ. ഇവിടെ നോക്കിക്കേ, ടോട്ടൽ വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ ടൈമിന്റെ എഫിഷ്യൻസി ആണല്ലോ. ഇവിടെ ടോട്ടൽ ടൈം എത്ര നമുക്ക് കിട്ടിയില്ലേ? 20 days അല്ലേ. എഫിഷ്യൻസി എത്ര? 24 men അല്ലേ ഇവിടെ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പൊ 24 മെന്നിന്റെ എഫിഷ്യൻസി നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ലേ? 24 M. അങ്ങനെയെങ്കിൽ ടോട്ടൽ വർക്ക് നമുക്ക് കിട്ടിയില്ലേ? എത്ര ടോട്ടൽ വർക്ക് കിട്ടിയിരിക്കുന്നത്? 20 × 24 M എന്നാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. സോ ഇനി അടുത്ത പറഞ്ഞിരിക്കുന്നത് എന്താ? നമുക്കൊരു ഡേറ്റ തന്നിട്ടില്ലേ? എഫിഷ്യൻസി ഓഫ് ദ വുമൺ ഈസ് ഡബിൾ ഓഫ് മെൻ എന്ന് തന്നിട്ടില്ലേ? നോക്കാം, എഫിഷ്യൻസി ഓഫ് വുമൺ എന്ന് പറയുന്നത് എന്താണ്? ഡബിൾ ഓഫ് മെൻ എന്ന് തന്നിട്ടുണ്ട്. സോ നമുക്ക് അതിൽ നിന്ന് എഫിഷ്യൻസി ഓഫ് വുമൺ ആൻഡ് മെന്ന് കണ്ടുപിടിച്ചൂടെ, അവരുടെ റേഷ്യോ കണ്ടുപിടിച്ചൂടെ? 2/1 അല്ലെങ്കിൽ 2:1 നമുക്ക് കിട്ടും. സോ ഇതിന്റെ മീനിങ് എന്താ? വുമണിന്റെ എഫിഷ്യൻസി ആണ് 2 ആൻഡ് മെന്നിന്റെ എഫിഷ്യൻസി ആണ് 1. ഓക്കെ, അങ്ങനെയെങ്കിൽ ഈ ടോട്ടൽ വർക്ക് 8 men ആൻഡ് 12 വുമൺ എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും? എങ്ങനെ കണ്ടുപിടിക്കാം? അതിനെടുക്കുന്ന ടൈം കണ്ടുപിടിക്കുക. എന്ത് ചെയ്യുക? ടോട്ടൽ വർക്ക് ഡിവൈഡ് ബൈ ടോട്ടൽ എഫിഷ്യൻസി. ആരൊക്കെ ചെയ്യുന്നത്? 8 men പ്ലസ് ആൻഡ് അല്ലേ വന്നിരിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താ? പ്ലസ് അല്ലേ. പ്ലസ് 12 അല്ലെങ്കിൽ 12 ആരാണ്? 12 വുമൺ അല്ലേ. നമുക്ക് ഈ എമ്മിന്റെ സ്ഥാനത്ത് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഡബ്ല്യുവിന്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോടെ. സോ എങ്ങനെ വാല്യൂ വരും? 20 × 24 എമ്മിന്റെ സ്ഥാനത്ത് എത്ര? 1 അല്ലേ. ആൻഡ് 8 × 8 × എമ്മിന്റെ സ്ഥാനത്ത് എത്ര? 1 + 12 × 2. ഇത് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 20 × 24 ഡിവൈഡഡ് ബൈ 8 × 1 8 അല്ലേ. 12 × 2 24 അല്ലേ. സോ 24 പ്ലസ് എത്ര വരും? 32 എന്ന് കിട്ടത്തില്ലേ. സോ നമുക്ക് ഇതിനെ 4 കൊണ്ട് കട്ട് ചെയ്ത് എത്ര വരും? 6 ടൈംസ്. 4 കൊണ്ട് കട്ട് ചെയ്ത് എത്ര വരും? 8 ടൈംസ് അല്ലേ. സോ ഇതിനെ എഗെയിൻ 4 കൊണ്ട് കട്ട് ചെയ്ത് എത്ര വരും? 2 ടൈംസ്. ആൻഡ് 4 കൊണ്ട് കട്ട് ചെയ്ത 5 ടൈംസ്. അതിന്റെ അർത്ഥം എന്താ? എത്ര അതിന്റെ വാല്യൂ വരേണ്ടത്? 5 × 3 എത്ര ആൻസർ? ടോട്ടൽ വർക്ക് 15 days കൊണ്ടാണ് അവർ കംപ്ലീറ്റ് ചെയ്യുന്നത്. സോ ഇതിന്റെ ആൻസർ കിട്ടിയില്ലേ? 15 days. ഏതാ ഓപ്ഷൻ?
ഓപ്ഷൻ ബി ആണ്. സോറി, ഓപ്ഷൻ ബി അല്ലല്ലോ, ഓപ്ഷൻ സി ആണ് അതിന്റെ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി ആണ് അതിന്റെ കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ? സോ ഇതെങ്ങനെ അപ്രോച്ച് ചെയ്യുന്ന മെത്തേഡ് മനസ്സിലായില്ലേ? ആ എഫിഷ്യൻസിയിലോട്ട് കൺവേർട്ട് ചെയ്യുക, എഫിഷ്യൻസിയുടെ റേഷ്യോ കണ്ടുപിടിക്കാം, ആ വാല്യൂ നമ്മൾ എന്ത് ചെയ്യും ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈസി അല്ലേ? അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? ഈ ക്വസ്റ്റ്യൻ എഴുതിയെടുത്ത് ഒരു തവണ നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചെയ്യുക. അല്ലെങ്കിൽ ഈ വീഡിയോ കാണുമ്പോൾ, ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾ ഈ വീഡിയോ പോസ് ചെയ്യുക, എന്നിട്ട് സ്വന്തമായിട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളൊരു ഒരു മെത്തേഡിലായിരിക്കും നിങ്ങൾ ചെയ്യുന്നത്. സോ എക്സ്ട്രാ മെത്തേഡ് ഞാൻ ചിലപ്പോൾ പറഞ്ഞു തരും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു മെത്തേഡും കിട്ടത്തില്ലേ? ഏതാ ബെസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് ഫോളോ ചെയ്യുക. അപ്പോൾ കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? സോ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, ഇവിടെ അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഏത് ചാപ്റ്ററിൽ നിന്നാന്ന് പറഞ്ഞേ? അടുത്ത ക്വസ്റ്റ്യൻ ഏത് ചാപ്റ്ററിൽ നിന്നാ? ആവറേജ് എന്നല്ലേ വന്നിരിക്കുന്നത്. ആവറേജിലെ ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. സോ നമ്മൾ ഈ കൺവെൻഷണൽ മെത്തേഡിൽ ആവറേജിലെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് പകരം ഞാൻ നിങ്ങളെ ഡേവിയേഷൻ മെത്തേഡിലാണ് നിങ്ങളെ ചെയ്യിക്കുന്നത്. ഏത് മെത്തേഡാ? ഡേവിയേഷൻ മെത്തേഡിലാണ് നിങ്ങളെ ഈ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യിപ്പിക്കുന്നത്. നോക്കാം, ക്വസ്റ്റ്യൻ വായിക്കാം. ആവറേജ് റൺ സ്കോർഡ് ബൈ ബോവിയ ഇൻ 14 മാച്ചസ് ഈസ് 44 and average run scored by Bowie in first 5 matches is 26 and the average run scored by Bowie in last 8 matches is 53. Find the run scored by Bowie in 6th match. ആറാമത്തെ മാച്ചിൽ ബോവി എത്ര റൺസ് സ്കോർ ചെയ്തു. സോ നമുക്ക് ആ ഡേറ്റയെ ഡേവിയേഷൻ മെത്തേഡിൽ എങ്ങനെ ചെയ്ത് കാണിക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. നോക്കിക്കോ, 14 മാച്ചസ് ഉണ്ട് ടോട്ടൽ. സോ 14 മാച്ചസിലെ ബോവിയുടെ റൺസ് എത്ര, അല്ലെങ്കിൽ ആവറേജ് റൺസ് എത്ര? 44 അല്ലേ? അതുപോലെ ഫസ്റ്റ് 5 മാച്ചസിൽ അതിന്റെ ബോവിയുടെ എന്താ ആവറേജ് റൺസ് എത്ര? 26 ആണല്ലോ. ഇനി ലാസ്റ്റ് 8 മാച്ചസ് അല്ലേ? ഈ ലാസ്റ്റ് 8 മാച്ചസിലെ ആവറേജ് എത്ര തന്നിരിക്കുന്നത്? 53 ആണ്. നമ്മൾ ഈ കൺവെൻഷണൽ മെത്തേഡ് ചെയ്യുന്നില്ല. ഇവിടെ നോക്കിക്കോ, 44 ആണ് ടോട്ടൽ ആവറേജ്. സോ ആ 44ആയിട്ട് കമ്പയർ ചെയ്യുമ്പം 5 ഫസ്റ്റ് 5 മന്തിലെ ഫസ്റ്റ് 5 മന്ത് അല്ലേ, ഫസ്റ്റ് 5 മാച്ചിലെ ആവറേജ് എത്ര കുറവ് വന്നിരിക്കുന്നത്? 18 അല്ലേ? 18 എന്ത് ചെയ്ത് കുറവ് വന്നു. ഓക്കെ ആണല്ലോ. ഇനി ഈ പറഞ്ഞിരിക്കുന്ന ലാസ്റ്റ് 8 മാച്ചസിലെ ആവറേജ് എത്ര? 53 അല്ലേ? അത് നമ്മുടെ ടോട്ടൽ ആവറേജുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എത്ര കൂടുതലാ? 9 കൂടുതലല്ലേ? സോ നമുക്ക് അതിൽ നിന്ന് ഡേവിയേഷൻ കണ്ടുപിടിച്ചോട്ടെ. ഇവിടെ എത്ര ഡേവിയേഷൻ വന്നിരിക്കുന്നത്? ഇവിടെ എത്ര ഡേവിയേഷൻ വന്നിരിക്കുന്നത് പറഞ്ഞേ? -18 ഇൻറ്റു എത്ര ഇവിടെ തന്നിരിക്കുന്ന മാച്ചസ്? 5 അല്ലേ? സോ -18 ഇൻറ്റു 5 പ്ലസ്, ഇനി അടുത്ത കേസ് നോക്കി, 9 അല്ലേ നമ്മുടെ ഡേവിയേഷൻ വന്നിരിക്കുന്നത്, എക്സ്ട്രാ വന്നിരിക്കുന്നത്. സോ ആ 9 ഇൻറ്റു എത്ര മാച്ചസാ? 8 അല്ലേ? സോ ഇതിന്റെ വാല്യൂ എത്ര വരും? 18 5 90 ആണെന്ന് നമുക്കറിയാമല്ലോ. -90 പ്ലസ് 9 8 72 അല്ലേ വന്നിരിക്കുന്നത്. ആർക്ക് ഡൗട്ട് ഒന്നുമില്ലല്ലോ? എത്ര വരണം ആൻസർ? -90 പ്ലസ് 72 നമുക്കറിയാം, -18 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഡേവിയേഷൻ. സോ 6th മാച്ചിലെ ബോവി എത്ര സ്കോർ ചെയ്യുന്ന കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ബോവിയുടെ സ്കോർ എത്ര ആണ്? ഏത് മാച്ചസിലെയാ? 6th മാച്ച് അല്ലേ? 6th മാച്ചിലെ സ്കോർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? നമുക്ക് കിട്ടിയിരിക്കുന്ന ഡേവിയേഷൻ -18 അല്ലേ? ടോട്ടൽ ആവറേജ് 44 അല്ലേ? സോ ഈ 44ന്റെ കൂടെ -18 ആണ് ഡേവിയേഷൻ കിട്ടിയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യുക? +18 ആഡ് ചെയ്യുക. സോ എത്ര വരും? 62 റൺ ആണ് നമുക്ക് ബോവി സ്കോർ ചെയ്തിരിക്കുന്നത്. ഈസി ആയിട്ട് കിട്ടിയില്ലേ? ഡേവിയേഷൻ വെച്ചിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റില്ല. ഏതാ ഓപ്ഷൻ? ഓപ്ഷൻ ഡി ആണ് അല്ലേ? എളുപ്പമല്ലേ? ഈ മറ്റേ കൺവെൻഷണൽ മെത്തേഡിൽ നിന്ന് ടോട്ടൽ എത്ര കിട്ടി ആ ഒരു രീതി ചെയ്യാം. പക്ഷെ അതിനേക്കാളും കുറച്ചുകൂടി ഈസി അല്ലേ? ഈ കാണിച്ചു തരുമ്പോൾ ഇതെങ്ങനെയാ ചെയ്യുന്നത് കാണിച്ചു തന്നിട്ട് നിങ്ങൾ ഇതെന്ത് ചെയ്യുക? സ്വന്തമായിട്ടൊന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നും ഇതാണല്ലോ ബെസ്റ്റ് മെത്തേഡ്. ഞാൻ എപ്പോഴും പറയാം, ആവറേജ് ചെയ്യാൻ നമുക്ക് ഈ ഒരു പ്രിലിംസ് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ അപ്രോച്ച് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ഡേവിയേഷൻ ആണ്. സോ ഡേവിയേഷൻ അറിയാത്തവർ കമന്റ് ഇട്ടാൽ മതി, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ അല്ലേ? സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. നോക്കിക്കോ, അടുത്ത ക്വസ്റ്റ്യൻ ഏത് ചാപ്റ്ററിൽ നിന്നാണ് വന്നിരിക്കുന്നത്? നിങ്ങൾ പറഞ്ഞേ. A and B started traveling towards each other at the same time from place X to Y and Y to X respectively. After crossing each other, A and B took 2.45 hours and 4.05 hours to reach Y and X respectively. If the speed of the B was 8.4 hour, then what was the speed of A? ഇതൊരു ടൈപ്പ് അല്ലേ? ടൈം ആൻഡ് ഡിസ്റ്റൻസിലെ ഒരു ടൈപ്പ് അല്ലേ? ഏത് ടൈപ്പാ? ആഫ്റ്റർ ക്രോസിങ് ഈച്ച് അതറിന് ശേഷം, അല്ലെങ്കിൽ അവർ ക്രോസ് ചെയ്തതിന് ശേഷം ഇത്ര ടൈമിനുള്ളിൽ എന്ത് ചെയ്തു? അവർ ഈ ഒരു അവരുടെ പരസ്പരം അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഡെസ്റ്റിനേഷൻ എത്തി. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? അവരുടെ ഇൻഡിവിജ്വൽ സ്പീഡ് കണ്ടുപിടിച്ചൂടെ? അതിനൊരു ട്രിക്ക് ഇല്ലേ? ആദ്യം ഞാൻ നിങ്ങൾക്ക് അതിന്റെ ആ ഒരു ഫിഗർ വരച്ച് കാണിക്കാം. നോക്കിക്കോ, ഇതാണ് നമ്മുടെ സ്റ്റേഷൻ എക്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്ലേസ് എന്ന് പറഞ്ഞാൽ വൈ എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് എന്ത് ചെയ്തു? എ ട്രാവൽ ചെയ്തു. ഇവിടെ നിന്ന് എന്ത് ചെയ്തു? ബി എന്ത് ചെയ്തു? ട്രാവൽ ചെയ്തു. അങ്ങനെയെങ്കിൽ ഇവർ ട്രാവൽ ചെയ്ത് എന്ത് ചെയ്തു? ഒരു പർട്ടിക്കുലർ ടൈം എത്തിയപ്പോൾ അവരെന്ത് ചെയ്തു? മീറ്റ് ചെയ്തു. ആ മീറ്റ് ചെയ്തതിന് ശേഷം ബി എന്ത് ചെയ്തു? ബി ഇവിടെ നിന്നല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്. ബി ഇവിടെ നിന്ന് എയിൽ എക്സിലോട്ട് എത്താൻ എത്ര സമയം എടുത്തെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 4.05
അവർ എടുത്തു. ആരാ? ഇത് ബി അല്ലേ? അതുപോലെ തന്നെ എ ഇവിടെ മീറ്റ് ചെയ്തില്ലേ ബി എ, അതിനുശേഷം ഇവിടുന്ന് ട്രാവൽ ചെയ്ത് ആ വൈ എന്ന് പറഞ്ഞ ഡെസ്റ്റിനേഷൻ എത്താൻ എത്ര അവർ എടുത്തു? 2.45 അവർ ആണ് ആർക്കെടുത്തത്? എക്ക് എടുത്തത്. അങ്ങനെയെങ്കിൽ അതിൽ നിന്ന് നമുക്ക് സ്പീഡിന്റെയും ടൈമിനെ റിലേറ്റ് ചെയ്യാനുള്ള, അതായത് ആഫ്റ്റർ ആ ഒരു മീറ്റ് ചെയ്തതിന് ശേഷമുള്ള ടൈമും അവരവരുടെ ഇൻഡിവിജ്വൽ സ്പീഡിന് റിലേറ്റ് ചെയ്യാനുള്ള ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? എന്താ ഇക്വേഷൻ? S1 ഡിവൈഡഡ് ബൈ S2 ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് T2 ഡിവൈഡഡ് ബൈ T1 എന്നൊരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? എല്ലാവരും പഠിച്ചിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ആ നോട്ടിൽ ഈ ഒരു ഇക്വേഷൻ കാണും. സോ നിങ്ങൾ അതെടുത്തൊന്ന് വായിക്കുക. എന്താ S1? സ്പീഡ് ഓഫ് ഫസ്റ്റ് പേഴ്സൺ. ഇവിടെ സ്പീഡ് ഓഫ് ഫസ്റ്റ് പേഴ്സൺ ഏതാ? എ അല്ലേ? ആൻഡ് സ്പീഡ് ഓഫ് ബി അല്ലേ ഇത് S2? അങ്ങനെയെങ്കിൽ എന്താണ് ഈ ടൈം തന്നിരിക്കുന്നത്? T2 എന്ന് പറയുന്നത് ആഫ്റ്റർ മീറ്റിംഗ്, അല്ലെങ്കിൽ അവർ തമ്മിൽ മീറ്റ് ചെയ്തതിന് ശേഷം ബി എന്ന് പറയുന്ന പേഴ്സൺ അല്ലെങ്കിൽ സെക്കൻഡ് പേഴ്സൺ എത്ര സമയം കൊണ്ടാണ് അയാളുടെ ഡെസ്റ്റിനേഷൻ എത്തിയത്. അതുപോലെ T1 എന്താ? ആഫ്റ്റർ അവർ തമ്മിൽ പരസ്പരം മീറ്റ് ചെയ്തതിന് ശേഷം എത്ര സമയം കൊണ്ടാണ് അയാളുടെ ഡെസ്റ്റിനേഷൻ എത്തിയത്. സോ നമുക്ക് എല്ലാത്തിൻ്റെയും വാല്യൂസ് ഇല്ലേ? നോക്കാം. S1 എന്ന് പറഞ്ഞാൽ എന്താ? അതായത് നമ്മുടെ ഈ കേസ് ആണെങ്കിൽ SA ഡിവൈഡഡ് ബൈ SB ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് TB ഡിവൈഡഡ് ബൈ TA അല്ലേ? ആണല്ലോ. നമുക്ക് എന്തിന്റെ സ്പീഡാണ് തന്നിരിക്കുന്നത്? സ്പീഡ് ഓഫ് ബി തന്നിട്ടുണ്ട്, പക്ഷെ നമുക്ക് ആരുടെ സ്പീഡ് കണ്ടുപിടിക്കണം? സ്പീഡ് ഓഫ് എ കണ്ടുപിടിക്കണം. അപ്പൊ സ്പീഡ് ഓഫ് എ ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ ഇവിടെ തന്നെ നമുക്ക് എഴുതിക്കൂടെ? പറഞ്ഞോ, സ്പീഡ് ഓഫ് എ അല്ലേ നമുക്ക് കണ്ടുപിടിക്കണ്ടേ? സ്പീഡ് ഓഫ് എ ഈസ് ഈക്വൽ ടു സ്പീഡ് ഓഫ് ബി എത്ര ഇവിടെ തന്നിരിക്കുന്നത്? 8.4 km/h അല്ലേ? ആണ്. ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് T2 എന്ന് പറഞ്ഞാൽ എന്താ, അല്ലെങ്കിൽ TB എന്ന് പറഞ്ഞാൽ എന്താ? എത്ര അവർ കൊണ്ട് ബി ക്രോസ് ആ ഒരു ഡെസ്റ്റിനേഷനിൽ എത്തി. 4.05 ഡിവൈഡഡ് ബൈ 2.45 അല്ലേ? നമുക്ക് ഈ പോയിന്റും കട്ട് ചെയ്ത് കളഞ്ഞൂടെ? ഇനി 81 എത്ര? 405 അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കുക. 85 400, 81 405. സോ നമുക്ക് ഇതിനെ കട്ട് ചെയ്യുമ്പോൾ എത്ര വരും? 81 എന്ന് വരും. അതുപോലെ 245 ആലോചിച്ച് നോക്കേ. 14 20 200, പിന്നെ നമുക്ക് എന്താ 45 കൂടെ വേണം. എത്ര വരണം? 9 കൂടെ പോരെ? അപ്പൊ എത്ര? അതിന്റെ വാല്യൂ എത്ര? 5 കൊണ്ട് കട്ട് ചെയ്ത് 49 അല്ലേ? സോ ഇതിനെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 49 കിട്ടി. സോ അങ്ങനെയെങ്കിൽ ഇതിന്റെ റൂട്ട് വാല്യൂസ് എന്ത് വരും? 81 ഡിവൈഡഡ് ബൈ 49 എന്നല്ലേ വരണ്ടേ? സോ അങ്ങനെയെങ്കിൽ റൂട്ട് മാറ്റുമ്പോൾ എന്ത് വരും? 9 ഡിവൈഡഡ് ബൈ 7 കിട്ടി. സോ അങ്ങനെയെങ്കിൽ നമുക്ക് എഴുതിക്കൂടെ? SA ഡിവൈഡഡ് ബൈ 8.4 ഈസ് ഈക്വൽ ടു 9 ഡിവൈഡഡ് ബൈ 7 അല്ലേ? നമുക്ക് ഈ 7ഉം 8.4 കട്ട് ചെയ്ത് കളയാം. 12 7 എത്ര? 84 ആണ്. സോ ഇവിടെ എത്ര വരും? 1.2 വരും. അങ്ങനെയെങ്കിൽ SA അല്ലെങ്കിൽ സ്പീഡ് ഓഫ് എ എന്ന് പറഞ്ഞ എത്ര? 9 × 1.2 എന്ന് പറഞ്ഞ എത്ര? 10.8 km/h അല്ലേ? ഏതാ ഓപ്ഷൻ? ഓപ്ഷൻ നമ്പർ, അല്ലെങ്കിൽ ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ എ ആണ്. സോ ഈ ക്വസ്റ്റിന്റെ ആ ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചില്ലേ? ഇതറിയാത്ത ആൾക്കാരുണ്ടായിരിക്കാം. നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ക്വസ്റ്റ്യൻ എഴുതുക, ഇതിലൊരു പെട്ടിയിലാക്കി വെക്കുക എന്ന് പറഞ്ഞില്ലേ? ഈ ഒരു ഇക്വേഷനെ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു ബോക്സിലാക്കി വെക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? വേണമെങ്കിൽ ഒന്ന് സ്റ്റാർ മാർക്ക് ഇട്ടോ. കാര്യം എന്താ? നമുക്കൊരു പുതിയൊരു നോളജ് കിട്ടിയില്ലേ? അത് സ്റ്റാർ ഇട്ട് വെച്ചോ. ഈ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര സമയം ലാഭിക്കാം അല്ലേ? ഈ ഇക്വേഷന് വാല്യൂ ഇട്ട് കൊടുത്താൽ പോരെ. പിന്നെ കാൽക്കുലേഷൻ സ്പീഡ് നിങ്ങൾ എന്ത് ചെയ്യണം? ഇമ്പ്രൂവ് ആക്കേണ്ടിയിരിക്കുന്നു. സോ അങ്ങനെയെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ സ്പീഡായിട്ട് നമുക്ക്, അല്ലെങ്കിൽ ഈസി ആയിട്ട് ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്ത് ആൻസർ കണ്ടുപിടിക്കാം. ഓക്കെ ആണല്ലോ? സോ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇവിടെ നോക്കിക്കോ. ഇവിടെ ഇനി ഏത് ക്വസ്റ്റ്യനാണ് തന്നിരിക്കുന്നത്? റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷനിൽ ഒരു നല്ലൊരു അടിപൊളി ഒരു ട്രിക്കാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അത് ഓൾമോസ്റ്റ് നമുക്ക് എല്ലാ ക്വസ്റ്റ്യനിലും, അല്ലെങ്കിൽ ഒരുപാട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആദ്യം നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. എന്താ ക്വസ്റ്റ്യനിൽ പറയുന്നത്? ദ റേഷ്യോ ഓഫ് ഇൻകം ഓഫ് A to that of B is 5:7. സോ തന്നിരിക്കുന്ന ഡേറ്റാസിനെ നമുക്ക് എന്ത് ചെയ്യാം? എഴുതിക്കൂടെ? ഇൻകത്തിന്റെ റേഷ്യോ തന്നിട്ടുണ്ട്. ആരുടെയൊക്കെയാ? എയുടെയും ബിയുടെയും തന്നിട്ടുണ്ട്. 5:7 തന്നിട്ടുണ്ട്. ഇനി തന്നിരിക്കുന്നത് എന്താ? A ആൻഡ് B സേവ് 4,000 ആൻഡ് 5,000 റെസ്പെക്റ്റീവ്ലി. അപ്പൊ എന്ത് ചെയ്തു? എയും ബിയും 4000ഉം അതേപോലെ 5000ഉം സേവ് ചെയ്തു. ഓക്കെ ആണല്ലോ? അങ്ങനെയെങ്കിൽ ഇഫ് ദ എക്സ്പെൻഡിച്ചർ ഓഫ് എ ഈസ് ഈക്വൽ ടു 66 and 2/3% ഓഫ് എക്സ്പെൻഡിച്ചർ ഓഫ് ബി. ഈ 66 and 2/3% ഫ്രാക്ഷൻ എത്രയുടെ പറഞ്ഞേ? 2/3 ആണല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പൊ അതിന് പറഞ്ഞിരിക്കുന്നത് എന്താ? എക്സ്പെൻഡിച്ചർ ഓഫ് എ ഈസ് ഈക്വൽ ടു 66 and 2/3% ഓഫ് എക്സ്പെൻഡിച്ചർ ഓഫ് ബി. അങ്ങനെയെങ്കിൽ ഈ 3 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്പെൻഡിച്ചർ ഓഫ് ബി ആണ്. 2 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്പെൻഡിച്ചർ ഓഫ് എ ആണ്. സോ നമുക്ക് അങ്ങനെയെങ്കിൽ എക്സ്പെൻഡിച്ചർ ഇവിടെ നിന്ന് കിട്ടത്തില്ലേ? എത്ര കിട്ടും? 2:3 എന്ന് കിട്ടത്തില്ലേ? എയുടെ എക്സ്പെൻഡിച്ചർ എത്ര? 2 അല്ലേ? ബിയുടെ എക്സ്പെൻഡിച്ചർ എത്ര? 3 ആണ്. സോ നമുക്കറിയാം ഇൻകം എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്പെൻഡിച്ചർ പ്ലസ് സേവിങ്സ് ആണ്.
ഇനി നമ്മൾ ഇതിനെ 2 റേഷ്യോ ആക്കി ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. സോ നിങ്ങൾക്ക് ഞാനൊരു ട്രിക്ക് പറഞ്ഞുതരാം എങ്ങനെ ഇതിനെ കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയായിരിക്കും. നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. ഇനിഷ്യൽ വാല്യൂവിൻ്റെ ഒരു റേഷ്യോ തരും, ഫൈനൽ വാല്യൂവിൻ്റെ ഒരു റേഷ്യോ തരും, അവരുടെ ചേഞ്ച് ഇൻ വാല്യൂ തരും. സോ അതിൽ നിന്ന് നമുക്ക് എങ്ങനെ ഈ ചേഞ്ച് ഇൻ വാല്യൂ ആക്ച്വൽ വാല്യൂസ് അല്ലേ, ഇത് പക്ഷേ റേഷ്യോ ആയിരിക്കും. സോ നമുക്കിങ്ങനെ ഈ 2 റേഷ്യോനും കൂടെ ഈ ചേഞ്ച് ഇൻ വാല്യൂ അല്ലെങ്കിൽ ആക്ച്വൽ വാല്യൂസുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാം. സോ ആ ഒരു ട്രിക്കാ. എങ്ങനെ? ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ 2ഉം 7ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഈ ആരോയ്ക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. 2ഉം 7ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര വരും? 14 വരത്തില്ലേ? സോ ഞാൻ എന്നെ സർക്കിൾ ചെയ്തിട്ടേക്കാം. അതുപോലെ തന്നെ അടുത്ത് എന്ത് ചെയ്യണം, 5ഉം 3ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. എത്ര വരും? 15 യൂണിറ്റ് എന്ന് വരത്തില്ലേ? സോ അതിനെ ഞാൻ സർക്കിൾ ചെയ്യുക. സോ എന്ത് ചെയ്യണം, ഇനി 15ൻ്റെയും ഈ 14ൻ്റെയും ഡിഫറൻസ് എത്ര വന്നിരിക്കുന്നത്? 1 യൂണിറ്റ് അല്ലേ? ആ 1 യൂണിറ്റ് നമ്മളിവിടെ മാർക്ക് ചെയ്യുക. ഇനി അതുകൊണ്ട് കഴിഞ്ഞോ? നമുക്കിവിടെ ആക്ച്വൽ വാല്യൂ അല്ലെങ്കിൽ ചേഞ്ച് ഇൻ വാല്യൂ അല്ലേ നമ്മുടെ ഈ സേവിങ്സ് എന്ന് പറഞ്ഞാൽ. ഇൻകത്തിൽ നിന്ന് എക്സ്പെൻഡിച്ചർ മൈനസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇൻകത്തിൽ നിന്ന് സേവിങ്സ് മൈനസ് ചെയ്യുമ്പോഴല്ലേ എക്സ്പെൻഡിച്ചർ കിട്ടുന്നത്. അതിന്റെ അർത്ഥം എന്താ? ആക്ച്വലി ഇൻകം എന്ന് പറഞ്ഞാൽ എന്താ? ഇനിഷ്യൽ വാല്യൂ ആയിരുന്നു. അതിൽ നിന്ന് നമ്മുടെ ചേഞ്ച് ഇൻ വാല്യൂ ആയിട്ടുള്ള സേവിങ്സ് മാറി ബാക്കി വരുന്ന വാല്യൂ ആണ് ഫൈനൽ വാല്യൂ. അതാണ് എക്സ്പെൻഡിച്ചർ. സെയിം കൺസെപ്റ്റ് ആണ്. അപ്പൊ എങ്ങനെ വരും നോക്കിക്കോ. 5,000 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര വരും? 10,000 നമുക്ക് കിട്ടത്തില്ലേ? 10,000 എന്ന് കിട്ടി. അങ്ങനെയെങ്കിൽ 3ഉം 4,000 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര വരും? 12,000 എന്ന് വരത്തില്ലേ? സോ അങ്ങനെയെങ്കിൽ ആക്ച്വൽ വാല്യൂയിലെ ഡിഫറൻസ് ഇവിടെ എത്ര കിട്ടിയിരിക്കുന്നത്? 2000 എന്നല്ലേ കിട്ടിയിരിക്കുന്നത്. ഇവിടെ റേഷ്യോയിലെ ചേഞ്ചസ് എത്ര കിട്ടിയിരിക്കുന്നത്? 1 യൂണിറ്റ് അല്ലേ? സോ നമുക്ക് ഈസിലി നമുക്ക് എന്ത് ചെയ്യാം, അവരെ ഇക്വേറ്റ് ചെയ്യാം. 1 യൂണിറ്റിന്റെ വാല്യൂ ആണ് 2000. ഇനി ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന റേഷ്യോ അല്ലെങ്കിൽ 1 യൂണിറ്റിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എവിടെ മാത്രമേ ആപ്ലിക്കബിൾ ആകത്തുള്ളൂ? ഇനിഷ്യൽ വാല്യൂസിൽ മാത്രമേ ആപ്ലിക്കബിൾ ആകത്തുള്ളൂ. അതായത് ഇവിടെ ഇനിഷ്യൽ വാല്യൂ എത്ര? നമ്മുടെ ഇൻകം അല്ലേ? സോ ഇൻകം നമുക്ക് കണ്ടുപിടിച്ചൂടെ? നോക്കിക്കോ, 5 യൂണിറ്റിന്റെ വാല്യൂ എത്ര? അതായത് എയുടെ ഇൻകം അല്ലേ? എത്ര വരും? 10,000 എന്ന് വരും. അതുപോലെ ഇതിപ്പോ എന്താ? ഇൻകം ഓഫ് എ ആണ് 5 യൂണിറ്റ്. സിമിലർലി ഇൻകം ഓഫ് ബി എത്ര ആയിരിക്കും? 7 യൂണിറ്റ് അല്ലേ? എത്ര വരേണ്ടത്? 7 ഇൻറ്റു എത്ര? എവിടെ വാല്യൂ എത്ര? 7 അല്ലല്ലോ, 2000 ഇൻറ്റു എവിടെ വാല്യൂ എന്ത് ചെയ്യും? 7 കണ്ടുപിടിക്കുമ്പോൾ എത്ര വരണം? 14,000 എന്ന് വരണം അല്ലേ? അപ്പൊ രണ്ടുപേരുടെ ഇൻകം നമുക്ക് കണ്ടുപിടിച്ചില്ലേ? അങ്ങനെയെങ്കിൽ നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? ദെൻ ടോട്ടൽ ഇൻകം ഓഫ് എ ആൻഡ് ബി. ടോട്ടൽ ഇൻകം ഓഫ് എ ആൻഡ് ബി എത്ര? 24,000 എന്ന് നമുക്ക് കിട്ടും അല്ലേ? അപ്പൊ ടോട്ടൽ ഇൻകം ഓഫ് എ ആൻഡ് ബി നമുക്ക് എത്ര കിട്ടിയിരിക്കുന്നത്? 24,000 എന്ന് നമുക്ക് കിട്ടി. സോ അതല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഏതാ ഓപ്ഷൻ? ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ ഡി ആണ് ആൻസർ. സോ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷനിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്തൂടെ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഈ ഒരു ട്രിക്ക്? അല്ലെങ്കിൽ നോർമലി നമ്മൾ എന്ത് ചെയ്യണം, ഈ ഇൻകത്തിന് ഒരു റേഷ്യോ കൊടുക്കണം, എക്സ്പെൻഡിച്ചറിന് ഒരു വേരിയബിൾ കൊടുക്കണം, അതേപോലെ എക്സ്പെൻഡിച്ചറിന് വേറൊരു വേരിയബിൾ കൊടുക്കണം. 2 ഇക്വേഷൻ വരും. ആ 2 ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്ത് എക്സും വൈയും കിട്ടും. സോ എക്സിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇൻകം കിട്ടും, വൈയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എക്സ്പെൻഡിച്ചർ കിട്ടും. അത്രയും സമയം നമുക്ക് എന്ത് ചെയ്യാം? അത്രയും സമയം, അതായത് ഒരു 3 ക്വസ്റ്റ്യൻ ചെയ്യേണ്ട സമയമാണ് ഒറ്റ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എന്താ പറയുന്നത് വേസ്റ്റ് ആക്കുന്നത്. സോ അങ്ങനെ ചെയ്യരുത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ട്രിക്കും നിങ്ങൾ പഠിച്ചു. സോ ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ ഇതും പഠിക്കാം. അപ്പോൾ ഇനിഷ്യൽ വാല്യൂ, ഫൈനൽ വാല്യൂ, ചേഞ്ച് ഇൻ വാല്യൂ. സോ അതിന്റെ ഒരു കൺസെപ്റ്റിന്റെ അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ് ഇതെന്ന് പറഞ്ഞത്. ഓക്കെ ആണല്ലോ? അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, അപ്പം അടുത്ത ക്വസ്റ്റ്യൻ ഏത് ചാപ്റ്ററിൽ നിന്നാ നോക്കിയേ? മിക്സ്ചർ ആൻഡ് അലിഗേഷൻ എന്നല്ല വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ മിക്സ്ചർ ആൻഡ് അലിഗേഷൻ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചെയ്യിച്ചോ? ഒരു ക്വസ്റ്റ്യൻ ചെയ്യിപ്പിച്ചില്ല. സോ അതുകൊണ്ട് ഞാൻ ഇത്തവണ 2 ക്വസ്റ്റ്യൻ കൊണ്ടുവന്നിട്ടുണ്ട്. 2 ഡിഫറെന്റ് ടൈപ്പ് ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഒരു വെടിക്ക് 2 പക്ഷി പഠിച്ചൂടെ? അതായത് 2 ടൈപ്പ് ഓഫ് മിക്സ്ചർ ആൻഡ് അലിഗേഷന്റെ ക്വസ്റ്റ്യൻ പഠിക്കാം. അതും ട്രിക്സും ഉണ്ട് കേട്ടോ. അപ്പൊ അടുത്ത ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ പ്യുവർ ട്രിക്ക് ആണ്. അപ്പൊ നിങ്ങൾ അത് കണ്ടു പഠിക്കുക, എന്നിട്ട് നോട്ട് ആക്കുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 2 വെസൽ കണ്ടെയ്ൻ എ മിക്സ്ചർ ഓഫ് മിൽക്ക് ആൻഡ് വാട്ടർ. 2 വെസൽ ഉണ്ട്. അതിൽ മിക്സ്ചർ എന്തിൻ്റെയാ? മിൽക്കിന്റെ വാട്ടറിന്റെ ആണ്. ഏതൊക്കെ മിക്സ്ചർ, ഏതൊക്കെ വെസൽ എന്ന് പറഞ്ഞാൽ വെസൽ എ ഉണ്ട്, വെസൽ ബി ഉണ്ട് അല്ലേ? ദ വെസൽ എ കണ്ടെയ്ൻ 120 ലിറ്റർ ഓഫ് മിക്സ്ചർ ആൻഡ് ദ റേഷ്യോ ഓഫ് മിൽക്ക് ആൻഡ് വാട്ടർ ഈസ് എത്ര വന്നിരിക്കുന്നത്? 2:1 അല്ലേ? ഇവിടെ നോക്കി, ടോട്ടൽ 120 ലിറ്റർ ഉണ്ട്. അതിൽ ആരൊക്കെയാ ഉള്ളത്? മിൽക്കും ഉണ്ട്, വാട്ടറും ഉണ്ട്. അതിന്റെ റേഷ്യോ എത്ര തന്നിരിക്കുന്നത്? 2:1 അല്ലേ? അപ്പൊ ടോട്ടൽ ക്വാണ്ടിറ്റി ഇവിടെ എത്ര തന്നിരിക്കുന്നത്? 3 യൂണിറ്റ് അല്ലേ? 3 യൂണിറ്റിന്റെ വാല്യൂ നമുക്ക് 120 ആണെങ്കിൽ 1 യൂണിറ്റിന്റെ വാല്യൂ എത്ര വരും? 40 ടൈംസ് അല്ലേ? അങ്ങനെയെങ്കിൽ നമുക്ക് മിൽക്ക് കണ്ടുപിടിച്ചൂടെ? എത്ര ആയിരിക്കും മിൽക്കിന്റെ വാല്യൂ? 80 ലിറ്റർ എന്നും കിട്ടി. അതേപോലെ വാട്ടറിന്റെ എത്ര കിട്ടി? 40 ആണോ? 40 അല്ല, 40 ലിറ്റർ എന്നും നമുക്ക് കിട്ടി. അതുവരെ എല്ലാവർക്കും ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്ത ബി എന്ന് പറഞ്ഞൊരു വെസൽ തന്നിട്ടുണ്ട്. എത്ര? ഇവിടെയും മിൽക്കും വാട്ടറും ഇല്ലേ? പക്ഷെ നമുക്ക് ടോട്ടൽ ക്വാണ്ടിറ്റി തന്നിട്ടുണ്ടോ? ഇല്ല. പക്ഷെ നമുക്ക് തന്നിട്ടുണ്ട് റേഷ്യോ തന്നിട്ടുണ്ട്. എത്ര? 3:2 അല്ലേ? ഇനി നമുക്ക് എന്താ
ഇവരെ തമ്മിൽ മിക്സ് ചെയ്യുമ്പോൾ ഫൈനൽ മിക്സ്ചറിൽ മിൽക്കിന്റെയും വാട്ടറിന്റെയും റേഷ്യോ തന്നിട്ടുണ്ട് 7:4 തന്നിട്ടുണ്ട്. സോ അവരെ എങ്ങനെ മേർജ് ചെയ്യാൻ നോക്കിക്കോ. ഇതിന് എന്ത് ചെയ്താൽ മതി, ഞാനൊരു വേരിയബിൾ ആഡ് ചെയ്യുക, 3x എന്നും 2x എന്നും. സോ എങ്ങനെ വരും, 80 ലിറ്റർ മിക്സ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, മിൽക്കും ആഡ് ചെയ്യുക. എയുടെയും ബിയുടെയും മിൽക്കും ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും, 80 ലിറ്റർ പ്ലസ് 30x ഡിവൈഡഡ് ബൈ റേഷ്യോയിലോട്ട് കൺവേർട്ട് ചെയ്യണ്ടേ, പറഞ്ഞോ. 40 ലിറ്റർ അല്ലേ വാട്ടർ എയില്, ഇവിടെ ആണെങ്കിൽ 2x അല്ലേ. സോ 2x ഈസ് ഈക്വൽ ടു എത്ര വരും, 7 ഡിവൈഡ് ബൈ 4 എന്ന് വരത്തില്ലേ. സോ നമുക്ക് ഇവരെ സോൾവ് ചെയ്യാം. എത്ര വരണം, 8 32 320 പ്ലസ് 4 12 12 ഈസ് ഈക്വൽ ടു 280 പ്ലസ് 14x എന്ന് നമുക്ക് കിട്ടും. സോ നമുക്ക് എന്താ, വേരിയബിൾസിനല്ല ഒരു സൈഡിലോട്ടും ആക്ച്വൽ വാല്യൂസിനല്ല ഒരു സൈഡിലോട്ടും കൊണ്ടുപോകാം. സോ 320 മൈനസ് 280 എത്ര വരണം, 40 ഈസ് ഈക്വൽ ടു 14 നിന്ന് 12 പോയി കഴിഞ്ഞാൽ എത്ര വരും, 2x എന്ന് വരത്തില്ലേ. സോ എക്സിന്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടി, 20 എന്ന് കിട്ടിയില്ലേ. നമുക്ക് എക്സിന്റെ വാല്യൂ കിട്ടി. ഇനി എന്താ കണ്ടുപിടിക്കണ്ടേ, ദെൻ ഫൈൻഡ് ദ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് മിക്സർ ഇൻ വെസൽ ബി. ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് മിക്സർ ഇൻ വെസൽ ബി എത്ര ആയിരിക്കും, 3 + 2 മിക്സർ പ്ലസ് വാട്ടർ എത്ര വരും, 5x അല്ലേ. സോ ആൻസർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, therefore. സോ ഇവിടെ എഴുതാം അല്ലേ, therefore ആൻസർ എന്ന് പറഞ്ഞാൽ എത്ര വരും, 5x അല്ലേ. 5 × 20 എത്ര ആയിരിക്കും, 100 ലിറ്റർ ആയിരുന്നു ഇനിഷ്യലി നമ്മുടെ വെസൽ ബിയിൽ ഉണ്ടായിരുന്നത്. സോ ആൻസർ ഏതാ, 100 ലിറ്റർ ആണ് ആൻസർ. എളുപ്പമല്ലേ. ഇതിന്റെ ആ ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്, ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത് പറഞ്ഞു തന്നില്ലേ. അപ്പോൾ നമ്മൾ എപ്പോഴും രണ്ട് രീതിയിൽ രണ്ട് പേരെ മിക്സ് ചെയ്യുമ്പോൾ മിൽക്കിനെ ആഡ് ചെയ്യുക, വാട്ടറിനെയും ആഡ് ചെയ്യുക. ഇനി അവർ മിക്സ് ചെയ്ത റേഷ്യോ തന്നിട്ടുണ്ടെങ്കിൽ ആ റേഷ്യോ ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. അതിൽ നമുക്ക് എന്ത് ചെയ്യാം, വേരിയബിളിൻ്റെയോ അല്ലെങ്കിൽ ഒരു യൂണിറ്റ് വാല്യൂൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. അതിൽ നമുക്ക് എന്ത് ചെയ്യാം, ഏത് മിക്സർ ആണെങ്കിൽ ബിയുടെ മിൽക്കിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം, വാട്ടറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം, ടോട്ടൽ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ നല്ലതല്ലേ, നിങ്ങൾ ചെയ്ത് പഠിക്കത്തില്ലേ ഇത്. ഞാൻ പറയുന്നത് ഓരോ ക്വസ്റ്റ്യൻ കഴിയുമ്പോഴും സ്വന്തം അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ പോസ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, സ്വന്തമായിട്ട് അറ്റംപ്റ്റ് ചെയ്യാൻ ശ്രമിക്കാം. ആ അപ്രോച്ച് നോക്കുക. കിട്ടിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരുന്ന അപ്രോച്ച് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് രണ്ട് രീതിയിലുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നതും പഠിക്കാം, എൻ്റെ രീതിയിലും പഠിക്കാം. സോ ഓക്കെ അല്ലേ ഈ ക്വസ്റ്റ്യൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനോട്ട് പോയിക്കൂടെ. ഓക്കെ, ഏത് ചാപ്റ്ററാ? കഴിഞ്ഞ ക്ലാസ് എല്ലാവരും പറഞ്ഞു എൻ്റെ ഫേവറേറ്റ് ചാപ്റ്റർ ബോട്ട്സ് ആൻഡ് സ്ട്രീംസിൽ നിന്നാണ്. സോ ഞാൻ ഇത്തവണ അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യനെ കൊണ്ടുവന്നിട്ടുള്ളൂ. കൂടുതലും ബാക്കി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്യാത്ത അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്യാത്ത ടൈപ്പ് ടോപ്പിക്കിൽ നിന്നാണ് നമ്മൾ ക്വസ്റ്റ്യൻ എടുത്തിരിക്കുന്നത്. പക്ഷേ ഈ ഒരു ബോട്ട്സ് ആൻഡ് സ്ട്രീംസിൽ ഞാൻ USST മെത്തേഡ് നിങ്ങളെ കൊണ്ട് എങ്ങനെയെങ്കിലും പഠിപ്പിക്കാൻ നോക്കുക. USST മെത്തേഡ് നിങ്ങൾ നോർമലി കമ്പോണൻറ്റോ ഡിവിഡൻറ്റോ വെച്ചിട്ട് ബോട്ട്സ് ആൻഡ് സ്ട്രീം ചെയ്യാം, അല്ലെങ്കിൽ കൺവെൻഷണൽ മെത്തേഡിലും ചെയ്യാം. സോ അതിൽ നിന്ന് മാറി നിങ്ങളൊരു പുതിയ മെത്തേഡ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അപ്പോൾ ഞാൻ ഇനി കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് എടുക്കുമ്പോഴും ബോട്ട്സ് ആൻഡ് സ്ട്രീംസ് നിങ്ങളെ USST വെച്ചായിരിക്കും ചെയ്യിക്കുന്നത്. ഭയങ്കര ഈസിയാണ് കേട്ടോ. ക്വസ്റ്റ്യൻ വായിച്ചേ. ദ ടൈം ടേക്കൺ ബൈ ബോട്ട് ടു കവർ 360 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഡൗൺസ്ട്രീം ഈസ് 60% ഓഫ് ദി ടൈം ടേക്കൺ ടു കവർ ടു ട്രാവൽ ദ സെയിം ഡിസ്റ്റൻസ് അപ്സ്ട്രീം എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടെ എന്താ കോൺസ്റ്റന്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ, കോൺസ്റ്റന്റ് അല്ലേ. ഇവിടെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് അല്ലേ. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 360 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഡൗൺ സ്ട്രീം പോകാൻ എടുത്തിരിക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ എത്ര, 60% ഓഫ് ദ ടൈം ടേക്കൺ ബൈ ട്രാവൽ സെയിം ഡിസ്റ്റൻസ് ഇൻ അപ്സ്ട്രീം. അപ്പൊ നമുക്ക് നോക്കാം 60%ന്റെ ഫ്രാക്ഷൻ വാല്യൂ എത്ര, 3/5 അല്ലേ. അതിൽ 5 എന്ന് പറഞ്ഞ എന്താ, അപ്സ്ട്രീമിന് എടുത്തിരിക്കുന്ന ടൈമും 3 എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താ, ഡൗൺ സ്ട്രീമിന് എടുത്തിരിക്കുന്ന ടൈം അല്ലേ. ഇവിടെ നോക്ക്, ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ, സ്പീഡ് ഇൻറ്റു ടൈം ആണ്. ഇവിടെ ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആണല്ലോ. അപ്പൊ സ്പീഡും ടൈമും തമ്മിലുള്ള റിലേഷൻ എന്താ, ഇൻവേഴ്സ് റിലേഷൻ അല്ലേ. അങ്ങനെയെങ്കിൽ ഇത് ടൈമിന്റെ റിലേഷൻ ആണ്, സോ അല്ലെങ്കിൽ റേഷ്യോ ആണ്. അങ്ങനെയെങ്കിൽ സ്പീഡിന്റെ റേഷ്യോ എത്ര വരും, 3:5 എന്ന് വരുമല്ലോ. ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. അപ്സ്ട്രീം ഉണ്ട്, ഡൗൺ സ്ട്രീം ഉണ്ട്. സോ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, സ്പീഡ് ഓഫ് ദ സ്ട്രീം കണ്ടുപിടിച്ചൂടെ, സ്പീഡ് ഓഫ് ദ ബോട്ട് കണ്ടുപിടിച്ചൂടെ. എങ്ങനെയാ, സ്പീഡ് ഓഫ് ദ ബോട്ട് എന്തായിരിക്കും, 5 + 3 8 ഡിവൈഡഡ് ബൈ 2 എത്ര വരും, 4 വരും. സ്പീഡ് ഓഫ് ദ സ്ട്രീം എത്ര, 5 - 3 എത്ര, 2 അല്ലേ. 2 ഡിവൈഡഡ് ബൈ 1 അല്ലേ. അപ്പോൾ അവരുടെ റേഷ്യോസ് നമുക്ക് കിട്ടി. അപ്സ്ട്രീമിന്റെ റേഷ്യോ 3, സ്പീഡ് ഓഫ് ദ സ്ട്രീം എത്ര 1, സ്പീഡ് ഓഫ് ദ ബോട്ട് എത്ര 4 ആൻഡ് ഡൗൺ സ്ട്രീമിന്റെ റേഷ്യോ കിട്ടി 5 എന്ന് കിട്ടി. ഇനി ക്വസ്റ്റ്യൻ നോക്കിയേ, ഇഫ് ദ സ്പീഡ് ഓഫ് ദ സ്ട്രീം ഈസ് 5 km/h, സ്പീഡ് ഓഫ് ദ സ്ട്രീം എത്ര, 5 km/h തന്നിട്ടില്ലേ. ഇവിടെ റേഷ്യോയിൽ എത്ര നമുക്ക് തന്നിരിക്കുന്നത്, 1 അല്ലേ. സോ 1ന്റെ വാല്യൂ ആണ് 5. എത്ര ടൈംസാ, 5 ടൈംസ് അല്ലേ. ദെൻ വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ദ ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ, ഇവിടെ ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ എത്ര, സ്പീഡ് ഓഫ് ദ ബോട്ട് തന്നെയാണല്ലോ. 4 യൂണിറ്റിന്റെ വാല്യൂ എത്ര വരും, 5 ടൈംസ് ചെയ്താൽ എത്ര വരും, 20 km/h എന്നാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. ഏതാ ഓപ്ഷൻ, ഓപ്ഷൻ ഡി ആണ് ആൻസർ. എന്ത് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം ഈ ഒരു ടൈപ്പ് അല്ലെങ്കിൽ USST മെത്തേഡ് വെച്ചിട്ട് നിങ്ങൾക്ക് എത്ര ഹയർ ലെവൽ ക്വസ്റ്റ്യൻസും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പം ഇതിനകത്ത് തന്നെ റേഷ്യോൻ്റെ ഒരുപാട് ട്രിക്സ് നമുക്ക് അപ്ലൈ ചെയ്തിട്ട് ഒരുപാട് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ഞാൻ ഇനി വരുന്ന എല്ലാ
എല്ലാ ക്ലാസ്സുകളിലും അല്ലെങ്കിൽ എല്ലാ സീരീസിലും ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും. സോ മാക്സിമം നിങ്ങൾ ഈ ഒരു മെത്തേഡ് പഠിക്കാം, നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ അല്ലേ? ഇനി നിങ്ങളോട് ചോദിക്കുകയാണ് വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് അപ്സ്ട്രീം സ്പീഡ് എത്ര ആയിരിക്കും? 3 യൂണിറ്റിന്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ പോരെ. എത്ര? 3 × 5 15 km/h ആണ് നമ്മുടെ അപ്സ്ട്രീം. ഇനി ഡൗൺ സ്ട്രീം സ്പീഡ് ആണെങ്കിലോ 5 യൂണിറ്റിന്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ പോരെ. 5 × 5 എത്ര? 25 km/h എന്ന് കിട്ടി. ഓക്കെ അല്ലേ? ഈസി അല്ലേ? എല്ലാവരും പഠിച്ചല്ലോ ഈ ഒരു മെത്തേഡ് എങ്ങനെയാണെന്ന്. അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റിനോട്ട് പോകാം. എഗെയിൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ഡിസ്റ്റൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ? ഏതായിരിക്കും? ഏത് ചാപ്റ്ററിൽ നിന്നായിരിക്കും? എവിടുന്നാ വന്നിരിക്കുന്നത്? ഇവൻ ട്രെയിൻ എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്കിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം, ക്വസ്റ്റ്യൻ നോക്കാം, വായിച്ചു നോക്കാം. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 സ്റ്റേഷൻ എ ആൻഡ് ബി ഈസ് 560 കിലോമീറ്റർ. എ ട്രെയിൻ ലീവ് സ്റ്റേഷൻ എ അറ്റ് ദ സ്പീഡ് ഓഫ് 30 km/h. At the same time, another train departs from the station B at the speed of 90 km/h. What will be the distance of the points where both the trains meet from point A? So ഇതൊരു നമ്മുടെ ട്രെയിൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ടൈപ്പ് ഉണ്ട്. അതിൽ ഇവർ മീറ്റ് ചെയ്തതിന് ശേഷം ഉണ്ടാകുന്ന ആ ഒരു കൺസെപ്റ്റ്, അല്ലെങ്കിൽ 2 ട്രെയിൻസ് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഇല്ലേ, അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ട്രെയിനിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ആദ്യം ഇതിന്റെ ഫിഗർ ഞാനൊന്ന് കാണിച്ചു തരാം, നോക്കിക്കോ. 2 സ്റ്റേഷൻ ഉണ്ട്. ഏതൊക്കെയാണ് ഉള്ളത്? എ എന്ന് പറഞ്ഞൊരു സ്റ്റേഷനും ഉണ്ട്, ബി എന്ന് പറഞ്ഞൊരു സ്റ്റേഷനും ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്തു? എ ട്രെയിൻ ലീവ് സ്റ്റേഷൻ എ അറ്റ് സ്പീഡ് ഓഫ് 30 km/h. ഇവിടെ നിന്ന് എന്ത് ചെയ്തു? ഒരു ട്രെയിൻ എന്ത് ചെയ്തു? സ്റ്റാർട്ട് ചെയ്തു. എത്ര സ്പീഡ് തന്നിരിക്കുന്നത്? 30 km/h ആണ്. ഓക്കെ ആണല്ലോ? അങ്ങനെയെങ്കിൽ വേറൊരു ട്രെയിൻ എന്ത് ചെയ്തു? അതേ സ്ഥലത്തു നിന്ന്, സോറി അതേ സ്ഥലമല്ല, അതേ ടൈമിൽ ബിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തില്ലേ? എത്ര സ്പീഡ് തന്നിരിക്കുന്നത്? തന്നിട്ടുണ്ടോ? ഉണ്ട്, 90 km/h തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇവർ ട്രാവൽ ചെയ്ത് വരുമ്പോൾ ഒരു പർട്ടിക്കുലർ ടൈമിൽ അവരെന്ത് ചെയ്യും? അവർ പരസ്പരം കാണത്തില്ലേ? നമ്മൾ കണ്ടിട്ടില്ലേ? നമ്മൾ ട്രെയിനിലൊക്കെ പോകുമ്പോൾ പരസ്പരം നമ്മൾ ഓപ്പോസിറ്റ് വരുന്ന ട്രെയിനിനെ കാണത്തില്ലേ? സോ അവർ ആ ഒരു മീറ്റ് ചെയ്യുന്ന സമയം അത് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇവരുടെ റിലേറ്റീവ് സ്പീഡ് കണ്ടുപിടിക്കണ്ടേ? ആ മീറ്റിംഗ് പോയിന്റ് അല്ലെങ്കിൽ ആ മീറ്റിംഗ് ടൈം കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇവരുടെ ആദ്യം നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഇവരുടെ റിലേറ്റീവ് സ്പീഡ് കണ്ടുപിടിക്കണം. 2 ട്രെയിനും പോകുന്നത് ഓപ്പോസിറ്റ് ഈച്ച് അതർ അല്ലേ? സോ ഇവരുടെ റിലേറ്റീവ് സ്പീഡ് അല്ലെങ്കിൽ റിലേറ്റീവ് സ്പീഡ് എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 90 + 30 ആയിരിക്കും. എത്ര? 120 km/h അല്ലേ? നോക്ക, ട്രെയിൻസ് ലീവ് സ്റ്റേഷൻ എ അറ്റ് 30 km. സെയിം ട്രെയിൻ, അനദർ ട്രെയിൻ ഡിപ്പാർട്സ് ഫ്രം സ്റ്റേഷൻ ബി അറ്റ് ദ സ്പീഡ് ഓഫ് 90 km/h. വാട്ട് വിൽ ബി ദ ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ്സ് വെയർ ബോത്ത് ദ ട്രെയിൻസ് മീറ്റ് ഈച്ച് അതർ? സോ നമുക്ക് എന്താ റിലേറ്റീവ് സ്പീഡ് കിട്ടി? 120 എന്ന് കിട്ടി. അങ്ങനെയെങ്കിൽ ഇവർ മീറ്റ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ടൈം ഓഫ് മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കാം? ടോട്ടൽ ഡിസ്റ്റൻസ് ഇവിടെ എത്ര? 560 km അല്ലേ? ഈ 560 km ആണ് ടോട്ടൽ ഡിസ്റ്റൻസ് എങ്കിൽ 560 ഡിവൈഡഡ് ബൈ അവരുടെ റിലേറ്റീവ് സ്പീഡ് എത്ര? 120 അല്ലേ? ഇത് കട്ട് ചെയ്ത് കളഞ്ഞൂടെ? 0യും 0യും കട്ട് ചെയ്ത് കളയാം. പറഞ്ഞോ? 28 വന്നൂടെ? 28 അതേപോലെ എത്ര വരണം? 6 വരാം. അതായത് എത്ര ആൻസർ വരണ്ടേ? 14/3 എന്ന് നമുക്ക് കിട്ടി. അല്ലെങ്കിൽ 40/3 അവർ ആണ് ഇവർ തമ്മിൽ മീറ്റ് ചെയ്യുന്ന ആ ടൈം എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ വാട്ട് വിൽ ബി ദ ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ്സ് വെയർ ബോത്ത് ദ ട്രെയിൻസ് മീറ്റ് ഫ്രം പോയിന്റ് എ? അതായത് നമുക്ക് എവിടുന്നാണ് കണ്ടുപിടിക്കേണ്ടത്? ഈ ഡിയിൽ നിന്ന്, സോറി എയിൽ നിന്ന് ഈ ടൈം ഓഫ് മീറ്റിംഗ് അല്ലെങ്കിൽ അവർ മീറ്റ് ചെയ്യുന്ന ഈ ഒരു ഡിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതെങ്ങനെ കണ്ടുപിടിക്കാം? 14/3 അവർ മീറ്റ് ചെയ്യുന്നത്. ടൈം ആയല്ലോ. എയിൽ നിന്നുള്ള ഡിസ്റ്റൻസ് അല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആരുടെ സ്പീഡാണ് വേണ്ടത്? എയുടെ സ്പീഡ് അല്ലേ? എത്ര എയുടെ സ്പീഡ്? 30 km/h അല്ലേ? സോ ആ ഒരു ഡിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിച്ചൂടെ? ഡിസ്റ്റൻസ് ഓഫ് എ എങ്ങനെ കണ്ടുപിടിക്കാം? ഈ 3യും കട്ട് ചെയ്ത് കളഞ്ഞാൽ എത്ര വരും? 14 × 10 130 km നമുക്ക് ആൻസർ കിട്ടും. എളുപ്പമല്ലേ? സോ ഇതാണ് ഈ പറഞ്ഞിരിക്കുന്ന മീറ്റ് ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ അവർ രണ്ടുപേരും മീറ്റ് ചെയ്തു. അങ്ങനെയെങ്കിൽ ഓരോ ഇൻഡിവിജ്വൽ ഡെസ്റ്റിനേഷനിൽ നിന്നും എത്ര കിലോമീറ്ററിന് മുന്നേ ആണ് അവർ മീറ്റ് ചെയ്തതെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ട്രിക്കാണ്, അല്ലെങ്കിൽ എൻ്റെ കൺസെപ്റ്റാണ് ഞാൻ ഈ പറഞ്ഞു തന്നത്. സോ ഇതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് നിങ്ങൾ നോട്ട് ചെയ്യുക, റിവൈസ് ചെയ്യുക. അപ്പോൾ കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഈ ഗ്രാജുവേറ്റ് ലെവൽ എക്സാംസ് അല്ലെങ്കിൽ CGL പോലുള്ള എക്സാംസിനൊക്കെ പ്രതീക്ഷിക്കാവുള്ളൂ. അതിൽ തന്നെ ഇത് ഡിഫിക്കൽട്ട് അല്ലെങ്കിൽ ആവറേജ് ടു ഡിഫിക്കൽട്ട് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻ എന്ന് വേണേൽ പറയാം. ഈസി ലെവൽ ക്വസ്റ്റ്യൻ ആണ്, ഒരിക്കലും അല്ല. ഇതൊരു കൺസെപ്റ്റൽ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. കാര്യം ഞാൻ പറഞ്ഞില്ല, ഓൾറെഡി ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഈ ലാസ്റ്റ് നടത്തിയ എക്സാം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ നോക്കുമ്പോൾ കൺസെപ്റ്റ് അല്ലെങ്കിൽ ബേസ് അറിയുന്നവൻ കയറി പോയാൽ മതി എന്നുള്ളൊരു രീതിയിലാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. സോ ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾ നോക്കാം. അപ്പോൾ ടൈം ആൻഡ് വർക്കിലെ ഒരു കൺസെപ്റ്റാണ് ഞങ്ങൾക്ക് എടുത്തു തന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഈ മിക്സർ ആൻഡ് അലിഗേഷൻ നിന്ന് 2 ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൽ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു ട്രിക്ക് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ പറഞ്ഞു തരട്ടെ. ഓക്കെ, ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? എ ആൻഡ് ബി ആർ സൊല്യൂഷൻസ് ഓഫ് ആസിഡ് ആൻഡ് വാട്ടർ. ഓക്കെ, 2 പേരുണ്ട്, എയും ഉണ്ട് ബിയും ഉണ്ട്. നമ്മുടെ വെസൽ പോലെ 2 പേരുണ്ട്. രണ്ടിടത്ത് എന്തൊക്കെയുണ്ട്? ആസിഡും ഉണ്ട്, വാട്ടറും ഉണ്ട്.
ബിയിലും എന്തുണ്ട്, ആസിഡും ഉണ്ട്, വാട്ടറും ഉണ്ട്. ഇനി പറഞ്ഞിരിക്കുന്നത് എന്താ, ദ റേഷ്യൂസ് ഓഫ് വാട്ടർ ആൻഡ് ആസിഡ് ഇൻ എ ആൻഡ് ബി ഈസ് 4:5 ആൻഡ് 1:2. എന്താ പറഞ്ഞിരിക്കുന്നത്, വാട്ടർ ആൻഡ് ആസിഡ് ആണ് തന്നിരിക്കുന്നത്. എത്ര, 4:5 അല്ലേ. അപ്പൊ വാട്ടർ എത്ര ആയിരിക്കും ഇവിടെ, 4ഉം ആസിഡ് എത്ര, 5ഉം ആയിരിക്കും. സിമിലർലി ഇവിടെയും വാട്ടർ എത്ര തന്നിരിക്കുന്നത്, 2 ആയിരിക്കും. സോറി 1 അല്ലേ, വാട്ടർ എത്ര ആയിരിക്കും, 1 ആയിരിക്കും. ആൻഡ് ആസിഡ് എത്ര, 2 ആയിരിക്കും. ഓക്കെ ആണല്ലോ. വാട്ടറിന്റെയും ആസിഡിന്റെയും റേഷ്യോ ആണ് 4:5 തന്നിരിക്കുന്നത്. നമുക്ക് ഇവിടെ എന്താ, ആസിഡും വാട്ടറും അല്ലേ എടുക്കുന്നത്, അപ്പൊ തിരിക്കണ്ടേ. ഓക്കെ ആണല്ലോ. അങ്ങനെയെങ്കിൽ ഇവരെ തമ്മിൽ എന്ത് ചെയ്തു, മിക്സ് ചെയ്തു. ഇവരെ എന്ത് ചെയ്തു, മിക്സ് ചെയ്തു. അങ്ങനെ വന്നപ്പോൾ ആ മിക്സ് ചെയ്ത ആ ഒരു മിക്സ്ചറിൽ വന്നിരിക്കുന്ന ആസിഡിന്റെയും നോക്കുക, റേഷ്യോ ഓഫ് വാട്ടർ ആൻഡ് ആസിഡ് ആണ് എഗെയിൻ തന്നിരിക്കുന്നത്. നമ്മൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ മിസ്റ്റേക്ക് വരുത്താൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഇവിടെ ആസിഡിന്റെയും വാട്ടറിന്റെയും റേഷ്യോ എത്ര വരുന്നത്, 13:8 എന്നല്ലേ വരുന്നത്. അപ്പോൾ ഇത് ചെയ്യാൻ അങ്ങനെയെങ്കിൽ നമ്മളോട് ചോദിക്കുകയാണ്, then the ratio of water and acid in the mixture become 8:13. What is the x:y? എന്താണ് എക്സും വൈയും? അതായത് എയിൽ നിന്ന് എക്സ് അല്ലെങ്കിൽ എക്സ് യൂണിറ്റ് ആണ് എടുത്തിരുന്നത്, ബിയിൽ നിന്ന് വൈ യൂണിറ്റ് ആണ് എടുത്തിരുന്നത്. അല്ലെങ്കിൽ എക്സ് ലിറ്റർ ഓഫ് എ എടുത്തു, ബിയിൽ നിന്ന് വൈ ലിറ്റർ ഓഫ് ആ ഒരു ബിയിൽ നിന്ന് ക്വാണ്ടിറ്റി എടുത്തു, എന്നിട്ട് ഇവരെ തമ്മിൽ മിക്സ് ചെയ്തു. അങ്ങനെയെങ്കിൽ അവർ തമ്മിലുള്ള റേഷ്യോ എത്ര എന്നല്ലേ കണ്ടുപിടിക്കണ്ടേ. സോ അതിന്റെ ട്രിക്ക് എന്താ, ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഏതെങ്കിലും ഒരു വാല്യൂ അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ട് ഒരു കമ്പോണന്റിലോട്ട് മാറ്റാം. എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് ഇവിടെ ആസിഡും ഉണ്ട് വാട്ടറും ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, എളുപ്പത്തിന് വേണ്ടി വാട്ടറിലോട്ട് കൺവേർട്ട് ചെയ്യാം. കാര്യം എന്താ, വാല്യൂസ് എല്ലാം ചെറുതല്ലേ, 4, 1 and 8 അല്ലേ. സോ നമുക്ക് അതിലോട്ട് കൺവേർട്ട് ചെയ്യാം. എങ്ങനെ വരും നോക്കിക്കോ. മിക്സർ എയിൽ വാട്ടറിന്റെ ക്വാണ്ടിറ്റി എത്ര വരുന്നത്, ടോട്ടൽ 9 യൂണിറ്റ് ആണ്, അല്ലെങ്കിൽ 9 ആണ്. അതിൽ വാട്ടർ എത്ര വന്നിരിക്കുന്നത്, 4 അല്ലേ, ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. അതുപോലെ ബിയിലാണെങ്കിലോ വാട്ടർ എത്ര ഉണ്ട്, ടോട്ടൽ 3 യൂണിറ്റ് ആണ്. അതിൽ വാട്ടർ എത്ര വന്നിരിക്കുന്നത്, 1 അല്ലേ. അങ്ങനെയെങ്കിൽ മിക്സ്ചറിൽ എത്ര ടോട്ടൽ വന്നിരിക്കുന്നത്, ടോട്ടൽ ക്വാണ്ടിറ്റി 21 ആണ്. അതിൽ മിക്സ്ചറിലെ വാട്ടറിന്റെ ക്വാണ്ടിറ്റി എത്ര, 8 അല്ലേ. സോ അങ്ങനെയെങ്കിൽ നമുക്ക് ഇവിടെ അലിഗേറ്റ് ചെയ്യാം. എങ്ങനെ അലിഗേറ്റ് ചെയ്യാം, എയുടെയും വാട്ടറിന്റെ ക്വാണ്ടിറ്റി ആൻഡ് ബിയുടെ വാട്ടറിന്റെ ക്വാണ്ടിറ്റി, മിക്സ്ചറിന്റെ വാട്ടറിന്റെ ക്വാണ്ടിറ്റി എത്ര ഇവിടെ വന്നിരിക്കുന്നത്, 4/9. ഇവിടെ എത്ര വന്നിരിക്കുന്നത്, 1/3. ആൻഡ് മിക്സ്ചറിൽ എത്ര വന്നിരിക്കുന്നത്, 8/21. സോ ഈ കൊടുത്തിരിക്കുന്നത് എന്താ, ഫ്രാക്ഷനിലല്ലേ. നമുക്ക് അലിഗേറ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് അലിഗേറ്റ് ചെയ്യണമെങ്കിൽ നമുക്കൊരു എന്താണ്, ഒരു ഓൾ നമ്പർ ആട്ടോ അല്ലെങ്കിൽ ഒരു ഇൻറ്റിജർ പാർട്ടായിട്ട് കിട്ടിയാൽ സുഖമല്ലേ. സോ അതിനുവേണ്ടി എന്ത് ചെയ്യണം, നമുക്ക് ഈ ഡിനോമിനേറ്ററിന്റെ വാല്യൂസിനെ മാറ്റാൻ അവരുടെ എൽസിയം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. ഇവിടെ എത്ര ആയിരിക്കും എൽസിയം, 9ന്റെയും 3യുടെയും 21ന്റെ എൽസിയം എത്ര, ഇതിൽ ഹയസ്റ്റ് നമ്പർ എത്ര, 21 അല്ലേ. അതിന്റെ മൾട്ടിപ്പിൾ ചെക്ക് ചെയ്താൽ പോരെ. 21 × 2 9ന്റെ മൾട്ടിപ്പിൾ അല്ല, 21 × 3 എത്ര, 63 അല്ലേ. ഈ 63 രണ്ട് നമ്പേഴ്സ് കൊണ്ട് കട്ട് ചെയ്ത് കളഞ്ഞൂടെ. സോ നമുക്ക് കിട്ടി എൽസിയം എത്ര, 63 എന്ന് കിട്ടി. സോ നമുക്ക് ഇതിനെ ഈ ഒരു പാർട്ട് ഞാൻ ഇറേസ് ചെയ്യണേ. ഈ ഒരു പാർട്ടിനെ ഇറേസ് ചെയ്തിട്ട് കുറച്ചുകൂടി ഈസി ആയിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നോക്കിക്കോ. ഇനി നമുക്ക് എത്ര കിട്ടി, എൽസിയം 63 എന്ന് കിട്ടിയില്ലേ. സോ എന്ത് വന്നു, ആ റേഷ്യോ എന്തായി മാറി, 4/9 പിന്നെ എത്ര, 1/3 ആൻഡ് 8/21 അല്ലേ. സോ നമ്മൾ ഈ ഒരു പാർട്ടിനെ മൊത്തം അല്ലെങ്കിൽ ഈ ഒരു അലിഗേറ്റ് ചെയ്യേണ്ട പാർട്ടിനെ മൊത്തം നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 63 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ അങ്ങനെയെങ്കിൽ ഇതിനെ 63 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും, 9ഉം 63യും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 7 വരും. 7 4 എത്ര വരണം, 28 എന്ന് വരും. ഡൗട്ട് ഒന്നുമില്ലല്ലോ. 3ഉം 63യും കട്ട് ചെയ്ത് കളഞ്ഞാൽ എത്ര വരും, 21 വരത്തില്ലേ. 21 × 1 എത്ര വരണം, 21 വരണം. ഇനി ഇതിനെ 63 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര വരും, 21 3 ടൈംസ് അല്ലേ, 8 3 24 വരേണ്ടത്. അപ്പൊ ഇവിടെ എത്ര വരണം, 8 3 24 വരണ്ടേ. സോ നമുക്ക് അലിഗേറ്റ് ചെയ്തോടെ ഈസി അല്ലേ. എങ്ങനെ അലിഗേറ്റ് ചെയ്യാം, 24 - 28 എത്ര, 4ഉം വരും. 24 - 21 എത്ര, 3 അല്ലേ. സോ x:y റേഷ്യോ നമുക്ക് ഡയറക്റ്റ് 3:4 എന്ന് കിട്ടി. എവിടെയെങ്കിലും വേരിയബിൾ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ജസ്റ്റ് ഈ അലിഗേഷൻ ട്രിക്ക് നിങ്ങൾ പഠിച്ചു വെക്കാം. സോ നമുക്ക് ഈസി ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും. കണ്ടില്ലേ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതിയത്. സോ ഇത് 2-3 തവണ നിങ്ങൾ വായിച്ച് പഠിച്ച് 2-3 തവണ എംബോസിഷൻ പോലൊക്കെ ഒന്ന് എഴുതി പഠിച്ച് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇതിൻ്റെ കാര്യം മനസ്സിലാവും. സോ നമുക്ക് ഈ റേഷ്യോ എന്താ ആക്ച്വലി കിട്ടിയിരിക്കുന്നത്, ഏത് റേഷ്യോയിലാണ് എയും ബിയും മിക്സ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു പുതിയൊരു മിക്സർ ഫോം ചെയ്യാൻ വേണ്ടി എയിൽ നിന്ന് എത്ര ക്വാണ്ടിറ്റി എടുത്തു, ബിയിൽ നിന്ന് എത്ര ക്വാണ്ടിറ്റി എടുത്തു, അവരുടെ റേഷ്യോ ആണ് 3:4. അങ്ങനെയെങ്കിൽ എക്സിന്റെ വാല്യൂ ഇവിടെ എത്ര, എക്സ് ക്വാണ്ടിറ്റി അല്ലേ. വൈയുടെ വാല്യൂ എത്ര, 4 ക്വാണ്ടിറ്റി അല്ലേ. അങ്ങനെയെങ്കിൽ റേഷ്യോ ഇവിടെ എത്ര, ഓപ്ഷൻ ഏതായിരിക്കും, ഓപ്ഷൻ സി ആയിരിക്കും. അപ്പോൾ x/y എന്ന് പറഞ്ഞാൽ എത്ര വന്നു, 3/4 എന്ന് നമുക്ക് ആൻസർ കിട്ടി. സോ ഏതാ ഓപ്ഷൻ, ഓപ്ഷൻ സി ആയിരിക്കും ആൻസർ. ആ ചെയ്ത മെത്തേഡ് നിങ്ങൾക്ക് പറഞ്ഞില്ലേ, ഒരു ട്രിക്ക് അല്ലേ. ചിലപ്പോൾ ഇത് അറിയാത്ത ആൾക്കാരുണ്ടായിരിക്കും, ഒരു പുതിയൊരു ട്രിക്ക് പഠിച്ചില്ലേ. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത ഒരു ട്രിക്കാണ്. ഇത് നമുക്ക് CGL പ്രതീക്ഷിക്കാം. ഇതും
എന്താ പറയുക, ഈ ഒരു ട്രിക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടൈം സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. നോക്കിക്കോ. ആക്ച്വലി ഈ ക്വസ്റ്റ്യൻ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ ഈ ക്വസ്റ്റ്യൻ കൊണ്ടുവന്നതെന്ന് പറഞ്ഞാൽ ഒരു പുതിയൊരു ട്രിക്ക് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയാണ്. ട്രിക്കല്ല, ഒരു ഇക്വേഷൻ വെച്ചിട്ട് ഇത് ഈസി ആയിട്ട് ചെയ്യാനും കൂടെ പറ്റും. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളെ ഞാൻ പ്രോപ്പർ കൺസെപ്ച്വലായിട്ട് പഠിപ്പിച്ചത്. ഇപ്പോൾ കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും മാർക്ക്ഡ് പ്രൈസും ഒന്നും അറിയാത്ത ഒരാൾക്ക് ആ ഒരു ഒറ്റ ക്വസ്റ്റ്യൻ കണ്ടാൽ തന്നെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ അത്രയും ഡെപ്തിലാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ആ ഒരു ഫിഗറൊക്കെ വരച്ച് എങ്ങനെയാണ് കോസ്റ്റ് പ്രൈസും മാർക്ക്ഡ് പ്രൈസും കണക്ഷൻ എന്താണ്, അല്ലെങ്കിൽ മാർക്ക്ഡ് പ്രൈസും സെല്ലിംഗ് പ്രൈസും തമ്മിലുള്ള കണക്ഷൻ എന്താണ്, അതിൽ നിന്ന് പ്രോഫിറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം, എങ്ങനെ സക്സസീവ് കണ്ടുപിടിക്കാം, എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നെയാണ്. സോ അതിൻ്റെ ഒരു അതേ ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു ഇക്വേഷൻ വെച്ച് ചെയ്യാൻ പറ്റും. നോക്കിക്കോ, ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ നോക്കിയേ, മാർക്കപ്പ് പെർസെൻറ്റേജിന് നമുക്ക് M% ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്തോടെ, അല്ലെങ്കിൽ മാർക്കപ്പ് പെർസെൻറ്റേജ് ഞാൻ M ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്ത്. എന്താ മാർക്കപ്പ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് പ്രൈസിൽ നിന്നും എത്ര പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, MRP സെറ്റ് ചെയ്തത്. സോ അതല്ലേ മാർക്കപ്പ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ഇതൊന്ന് വായിക്കട്ടെ, ഒരു മിനിറ്റ്. ഓക്കെ, ഇനി ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? D ആണ്. പ്രോഫിറ്റ് പെർസെൻറ്റേജ് നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? P ആണ്. നമ്മുടെ കയ്യിൽ മാർക്കപ്പ് പെർസെൻറ്റേജ് ഉണ്ട്, ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് ഉണ്ട്, പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഉണ്ട്. അങ്ങനെയെങ്കിൽ ഇവർ മൂന്നും പേരും തമ്മിലുള്ള ഒരു റിലേഷൻ ഉള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു മാർക്കപ്പ് പെർസെൻറ്റേജ് മൈനസ് ഡിസ്കൗണ്ട് മൈനസ് M ഇൻറ്റു D ഡിവൈഡഡ് ബൈ 100 എന്ന് വരും. ഇത് ആക്ച്വലി എങ്ങനെയാണ് വരുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ സക്സസീവ് ഡിസ്കൗണ്ടും സക്സസീവിൽ നമ്മൾ പെർസെൻറ്റേജിൽ സക്സസീവ് പെർസെൻറ്റേജ് ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് പഠിച്ചില്ലേ? സോ അതിൽ സക്സസീവ് ഡിക്രീസിൻ്റെ ഒരു കേസ് വെച്ചിട്ടാണ് ഇത് ഡിറൈവ് ചെയ്തെടുക്കുന്നത്. അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. കൺസെപ്ച്വൽ ക്ലാസ്സസ് ഞാൻ ചെയ്യും. സോ അന്നേരം ഞാൻ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ഈ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നതൊക്കെ പറഞ്ഞുതരാം. നോക്കിക്കോ, ഇവിടെ മാർക്കപ്പ് പെർസെൻറ്റേജ് നമുക്ക് തന്നിട്ടില്ലേ? എത്ര തന്നിരിക്കുന്നത്? 60% തന്നിട്ടുണ്ട്. നോക്ക്, എ ഡീലർ മാർക്സ് ആൻ ആർട്ടിക്കിൾ 60% എബോവ് ദി കോസ്റ്റ് പ്രൈസ്, മാർക്കപ്പ് പെർസെൻറ്റേജ് 60 ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ എമ്മിൻ്റെ വാല്യൂ എത്ര ആയിരിക്കും? എമ്മിൻ്റെ വാല്യൂ 60 ആണ്. നമുക്ക് തന്നിട്ടുണ്ട് 2 സക്സസീവ് ഡിസ്കൗണ്ട് ഓഫ് 10% ആൻഡ് 20% തന്നിട്ടില്ലേ? എത്ര ആയിരിക്കും സക്സസീവ് അല്ലെങ്കിൽ എഫക്റ്റീവ് ഡിസ്കൗണ്ട് എത്ര ആയിരിക്കും? എഫക്റ്റീവ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ എത്ര വരണം? 10 + 20 മൈനസ് 20 × 10 എത്ര? 200 ഡിവൈഡ് ബൈ 100 എത്ര വരണം? 30 മൈനസ് 2 വരണ്ടേ? എത്ര ആൻസർ? 28 എന്ന് കിട്ടി. സോ നമുക്ക് അതിൽ നിന്ന് എന്ത് കിട്ടി? ഡിയുടെ വാല്യൂ എത്ര കിട്ടി? 28 എന്ന് കിട്ടിയില്ലേ? സോ നമുക്ക് പ്രോഫിറ്റ് കണ്ടുപിടിച്ചോടെ. എങ്ങനെ കണ്ടുപിടിക്കാം? പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആണല്ലേ കണ്ടുപിടിക്കുന്നത്. ഇതിൽ നിന്ന് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആണ് കണ്ടുപിടിക്കുന്നത് കേട്ടോ. പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എത്ര വരും? മാർക്കപ്പ് എത്ര? 60 മൈനസ് 28 മൈനസ് 60 ഇൻറ്റു 28 ഡിവൈഡഡ് ബൈ 100 എന്ന് കിട്ടുമല്ലോ. ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. ഈ 0 കട്ട് ചെയ്ത് കളയാം. ഇത് എത്ര വരും? 3/5 എന്നല്ലേ വരുന്നേ? 3യെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര വരും? 0.6 അല്ലേ? അപ്പം നമുക്ക് നോക്കേണ്ടത് 28നെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എത്ര തവണ വരും? 8 48 ശിഷ്ടം 4 12 4 16. ഒരു പോയിന്റ് കൂടെ അല്ലേ? 16.8 കിട്ടത്തില്ലേ? ഇത് എത്ര വരും? 60 ൽ നിന്ന് 28 മൈനസ് ഇത് എത്ര വരും? പറഞ്ഞേ, എത്ര വരുന്നേ? 2 32 വരത്തില്ലേ? ഇനി 32 നമുക്ക് എന്ത് മൈനസ് ചെയ്യണം? 16.8 നമുക്ക് എന്ത് ചെയ്യണം? മൈനസ് ചെയ്തല്ലേ? മൈനസ് ചെയ്യണ്ടേ? എത്ര വരും? ആൻസർ എന്ന് പറഞ്ഞാൽ എത്ര വരണം? ഒരു 2 വരും. 15.2 എന്നല്ലേ നമുക്ക് വരണ്ടേ? കറക്റ്റ് അല്ലേ? 8 2 10 ശിഷ്ടം 1 6 1 7 5 12 ശിഷ്ടം 1 15.2 നമുക്ക് കിട്ടി. അതിൻ്റെ അർത്ഥം എന്താ? പ്രോഫിറ്റ് പെർസെൻറ്റേജ് നമുക്ക് കിട്ടിയിട്ടുണ്ട് 15.2 എന്ന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മൾ അസ്യൂം ചെയ്യാണ് CP എന്ന് പറഞ്ഞത് 100 ആണ്. അപ്പോൾ ഇതിൽ നിന്ന് SP എത്ര കിട്ടും? 115.2 എന്ന് കിട്ടത്തില്ലേ? 115.2 എന്ന് കിട്ടത്തില്ലേ? നമുക്ക് തന്നിട്ടുണ്ട് ടോട്ടൽ പ്രോഫിറ്റ് എത്ര? ഇവിടെ 1064 അല്ലേ? ഇവിടെ ടോട്ടൽ പ്രോഫിറ്റ് എത്ര നമുക്ക് തന്നിരിക്കുന്നത്? 15.2ന്റെ വാല്യൂ ആണ് നമ്മുടെ 1064. എത്ര ടൈംസാ? 7 ടൈംസ് അല്ലേ? 70 ടൈംസ് അല്ലേ? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കാണിച്ചു തന്നില്ലേ? അപ്പോൾ 70 ടൈംസ് ആണ്. എന്തെന്ന് പറഞ്ഞ 1064. അങ്ങനെയെങ്കിൽ നമുക്ക് 100ന്റെ വാല്യൂ കണ്ടുപിടിച്ചോടെ. ഒരു യൂണിറ്റിന്റെ വാല്യൂ 70 ആണെങ്കിൽ 100 യൂണിറ്റ് അല്ലെങ്കിൽ നമ്മുടെ കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? എത്ര പറഞ്ഞോ? 70,000 എന്ന് നമുക്ക് കിട്ടും. ഇങ്ങനെയും ആ ക്വസ്റ്റ്യൻ നമുക്ക് അപ്രോച്ച് ചെയ്യാം. ഇക്വേഷൻ വെച്ചിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യാം. സോ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഇതിൻ്റെ ബേസിക് പറഞ്ഞു തന്നു. സോ ഈ ക്ലാസ്സിൽ ഞാൻ ഇതിൻ്റെ എങ്ങനെ ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു തന്നു. സോ ഓൾമോസ്റ്റ് ഒരുപാട് ട്രിക്കുകൾ ഞാൻ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഈ ഒരു സീരീസിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനിയും അടുത്ത് വരുന്ന എല്ലാ ദിവസങ്ങളിലും കാണും. നിങ്ങൾ റെഗുലറായിട്ട് ഫോളോ ചെയ്യുക. ഞാൻ പറഞ്ഞില്ല, ഒരു നോട്ട് ഇതിനു വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് വെക്കുക, റിവിഷൻ ചെയ്യുക. വരുന്ന ദിവസങ്ങളിൽ CGL-ന് മുന്നേ വരെ നിങ്ങൾ മാക്സിമം ടു മാക്സിമം മോക്സ് എഴുതുക, അനാലിസിസ് ചെയ്യുക. നിങ്ങളുടെ കയ്യിൽ ഒരു ഷോർട്ട് നോട്ട് ഉണ്ടായിരിക്കുമല്ലോ ഡെഫിനറ്റ്ലി. ഓരോ മോക്സ് എഴുതുമ്പോഴൊക്കെ കിട്ടുന്ന എക്സ്ട്രാ പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കുന്നത്, അല്ലെങ്കിൽ മോക്കിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്ന വൊക്കാബ്സ് എഴുതി വെക്കുന്നത്,
GA ടോപ്പിക്സ്, ഇപ്പോൾ ഓരോരോ എക്സ്ട്രാ എന്തെങ്കിലുമൊക്കെ GAയുടെ ഒരു ഡേറ്റ അല്ലെങ്കിൽ ഒരു നോട്ട് കിട്ടും, അതൊക്കെ നോട്ട് ചെയ്ത് വെക്കുന്ന ഷോർട്ട് നോട്ട്സുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഈ സമയത്ത് നിങ്ങൾ മാക്സിമം റിവിഷൻ ചെയ്യുക. നല്ല രീതിയിൽ ഒരു സമയം പോലും കളയരുത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു കാരണവശാലും ഈ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിട്ടായിട്ട് യൂട്യൂബിൽ പോസ്റ്റ്പോൺ ആയോ അല്ലെങ്കിൽ എക്സാം മാറ്റി വെച്ചോ, എന്തായി, അവസ്ഥ എന്തായി, എന്തെങ്കിലുമൊക്കെ നടക്കുമോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ക്യൂരിയോസിറ്റി ഒക്കെ വെച്ചിട്ട് നിൽക്കുന്ന ആൾക്കാരാണെന്ന് എനിക്കറിയാം. ഞാനും സ്ഥിരം ഇവിടെ കാണുന്നതാണ്. അപ്പം അങ്ങനെ ഓരോ ആൾക്കാർ, നമ്മുടെയൊക്കെ സ്റ്റുഡൻസ് ഒക്കെ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ ഫോൺ ഇങ്ങനെ ബീപ്പ് സൗണ്ട് അല്ലേ, നോട്ടിഫിക്കേഷൻ വന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, ഭയങ്കര ഡിസ്ട്രാക്ഷൻ ആണ്. അതിലൊന്നും പെട്ടുപോകരുത്. നിങ്ങൾ ആ നോട്ടിഫിക്കേഷൻ ഓഫാക്കി വെക്കുക, നല്ല രീതിയിൽ പഠിക്കുക, വരുന്ന സമയങ്ങളിൽ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങൾ ഇത്രയും നാൾ കഷ്ടപ്പെട്ടതിൻ്റെ ഒരു ഫലം ഈ ഒരു റിസൾട്ട് മീൻസ് ഈ ഒരു എക്സാമാണ്. അതിനുവേണ്ടി നിങ്ങൾ നിങ്ങളുടെ ബെസ്റ്റ് അല്ലെങ്കിൽ നിങ്ങളെ 100-ന് മേൽ അതിക്ക് മേലെ പെർസെൻറ്റേജ് എഫേർട്ട് ഇടാൻ പറ്റുമോ, ഇടുക. നല്ല രീതിയിൽ നിങ്ങളെ കൊണ്ട് പെർഫോം ചെയ്യാൻ പറ്റും. സോ നിങ്ങൾ റെഗുലറായിട്ട് ഈ ഒരു എന്താ പറയുക സീരീസ് ഫോളോ ചെയ്യുക, നല്ല രീതിയിൽ പഠിച്ച് നല്ല ഒരു സക്സസ്ഫുൾ പേഴ്സൺ ആവും എല്ലാവരും. സോ താങ്ക് യു സോ മച്ച്. സോ നമുക്ക് അടുത്ത സീരീസ്, അതായത് അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് കാണാവുന്നതാണ്. എല്ലാവരും റെഗുലറായിട്ട് വരിക, കഴിഞ്ഞ ക്ലാസ്സിലെ വീഡിയോസൊക്കെ ഫോളോ ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടണം, ഞാൻ അവിടെ വന്ന് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു.